കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചർച്ചകൾ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊലപാതകത്തിന് പരിശീലനം നൽകുന്ന സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ 2726 കോടിയിലേറെ രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി വഴി വിതരണം ചെയ്തതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംബന്ധിച്ച ചോദ്യോത്തരങ്ങളോടെയാണ് 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ ആദ്യം ഉയർന്നത്. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കണ്ണൂരിൽ മാത്രം 6 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. എന്നാൽ ചർച്ചകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല കണ്ണൂരിലേതെന്നും ഒരു കൂട്ടർ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണെന്നും പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ കൊലപാതകം നടത്താൻ വേണ്ടി ഫലപ്രദമായി കൊലപാതകം എങ്ങനെ നടത്താം എന്നതിന് പരിശീലനം നൽകുന്ന ചില സംഘടനകൾ കേരളത്തിലുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചതുകൊണ്ട് മാത്രം അവരുടെ കൊലപാതകങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല. അതിന് കർക്കശമായ നിയമ നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ. രാഷ്ട്രീയ പാർട്ടികൾ പൊതുവിൽ കൊലപാതകങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അവിടെയും വ്യത്യാസമുണ്ട്. കൊലപാതകത്തിന് പരിശീലനം കൊടുക്കുന്ന സംഘടന നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയും ചിലപ്പോൾ ഉണ്ടാവും. ഇവിടെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 2726.36 കോടി രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി സഭയിൽ രേഖാമൂലം അറിയിച്ചു. 36,77,430 പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 9,708 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തതായും മുഖ്യമന്ത്രി TV രാജേഷ് MLAയുടെ ചോദ്യത്തിന് മറുപടി നൽകി. ആറന്മുള വിമാനത്താവളത്തിന് അനുകൂലമായി വ്യവസായ വകുപ്പും ഗതാഗത വകുപ്പും നൽകിയ ഉത്തരവുകൾ റദ്ദാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മുഖ്യമന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.